ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസ് ഓൺ. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അതിന് മുന്നേ ജസ്റ്റ് ഒരു ALP CBT 2നും അതേപോലെ JEE CBT 2ൻ്റെയും എക്സാം ഡേറ്റ് വന്നിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്നിരുന്നാലും ഇപ്പോഴും നമ്മളിപ്പോൾ ALP 2025 നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ALPൻ്റെയും JEEയുടെയും CBT 2ൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ്സ് എന്തെങ്കിലും കിട്ടുകയും നമ്മളപ്പം തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടാവും. എനിവേ നമുക്കിപ്പോൾ ഉള്ളത് 2025 ALPയുടെ നോട്ടിഫിക്കേഷൻ റിലേറ്റ് ചെയ്താണ്. അതിൻ്റെ ഷോർട്ട് നോട്ടീസ് അവിടെ ഔട്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അവർ കൃത്യമായിട്ട് അവരുടെ ആ ഒരു പ്രോസസ്സിങ്ങിലേക്കൂടെ തന്നെയാണ് പോകുന്നത്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും റെയിൽവേ ഇതിന് മുന്നേ തന്നെ ഒഫീഷ്യലായിട്ട് അവർ എക്സാം കലണ്ടർ, അതായത് നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്ന ഒരു കലണ്ടർ പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ട് ഏതൊരു നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്നതിന് മുന്നേയും ഏറ്റവും വേക്കൻസീസ് അവിടെ അസസ്മെൻറ്റ് നടത്തണം അല്ലേ. ആ ഒരു വേക്കൻസീസ് അസസ്മെൻറ്റ് നടത്തുക, അതിന് ശേഷം എത്ര വേക്കൻസി ഉണ്ടെന്നെല്ലാവരും കാൽക്കുലേറ്റ് ചെയ്ത് അവിടെ വെക്കുക. എന്നിട്ട് അതിൻ്റെ ജസ്റ്റ് ഒരു ഓരോരോ സോൺ വൈസുള്ള ലിസ്റ്റ് പുറപ്പെടുവിച്ചു, ലിസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു. ആ ലിസ്റ്റാണ് ഇതിൻ്റെ കഴിഞ്ഞ ദിവസം ഔട്ട് അയക്കുന്നത്. അതിന് ശേഷം ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കും അല്ലേ. വേക്കൻസി കഴിഞ്ഞാൽ പിന്നെ ഡ്രാഫ്റ്റ് തയ്യാറാക്കും. ആ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കിയതിന് ശേഷം അവർ അതിൽ പറഞ്ഞിട്ടുണ്ടാകും എക്സാക്റ്റ് ഡേറ്റ് എപ്പോഴായിരിക്കും നോട്ടിഫിക്കേഷൻ ഔട്ട് ആവുന്നുണ്ടാവുക, എപ്പോഴായിരിക്കും ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക എന്നുള്ള കാര്യങ്ങൾക്ക് അപ്പോൾ ഡിസൈഡ് ആവും. അപ്പോൾ അതിന് ശേഷം അവർ ആ നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്നതിന് കുറച്ച് ദിവസം മുന്നേ ഷോർട്ട് നോട്ടീസ് പുറത്തിറക്കും, അതായത് പേപ്പറിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ഷോർട്ട് നോട്ടീസാണ് ഇപ്പം ഔട്ട് അയക്കുന്നത്. ആ ഒരു ഷോർട്ട് നോട്ടീസിൽ എന്തൊക്കെയുണ്ട്, ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഒരു ചെറിയൊരു രൂപമാണ് ഷോർട്ട് നോട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൂടാണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ നമുക്ക് അതിലേക്ക് വരാം. അതിന് മുന്നേ നിങ്ങൾക്കറിയാം ഈ ഒരു എക്സാം കലണ്ടറിൽ, ഒരു നോട്ടിഫിക്കേഷൻ കലണ്ടറിൽ തന്നെ ALPയുടെ കാര്യങ്ങളൊക്കെ അവരോട് പറയുന്നുണ്ട്. ഏകദേശം അതേ രീതിയിൽ തന്നെയാണ് പ്രോസസ്സിംഗ് ഒക്കെ അവിടെ നടന്നേക്കുന്നത്. ഓക്കെ, പക്ഷെ നമുക്ക് വേക്കൻസി അസസ്മെൻ്റ് ഒക്കെ ഡീറ്റെയിൽസ് കിട്ടിയേക്കുന്നത് എപ്പോഴാണ്? കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ആണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ALPയുടെ നോട്ടീസിലേക്ക് വരാം. അതായത് RRB റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് റിക്രൂട്ട്മെൻറ്റ് ഓഫ് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് ഇൻഡിക്കേറ്റീവ് നോട്ടീസ്, ഇത് തന്നെയാണ് നമ്മൾ ഷോർട്ട് നോട്ടീസ് എന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പം ടെൻറ്റേറ്റീവ് ഓപ്പണിംഗ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 10 ഏപ്രിൽ 2025. ഓക്കെ, അതായത് ഏപ്രിൽ മാസം 10-ാം തീയതി നോട്ടിഫിക്കേഷൻ അവരോടെ. അതിന് മുന്നേ ഒരു ദിവസം 2 ദിവസം മുന്നേ നോട്ടിഫിക്കേഷൻ ഔട്ടാവുന്നുണ്ടാവും. അന്ന് തൊട്ട് നിങ്ങൾക്ക് അവിടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ഡേറ്റ് ഓഫ് എൻഡ് എന്ന് പറയുന്നത് കൃത്യം ഒരു മാസം അപ്ലൈ വേണ്ടി കഴിഞ്ഞിട്ട് മെയ് 9 വരെ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. 2025 ആപ്ലിക്കേഷൻ മെയ് 9 വരെ നിങ്ങൾക്ക് അവിടെ അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും. അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് 7th CPC പേ ലെവൽ 2 ആണ്. ഇനീഷ്യൽ പേ മെഡിക്കൽ സ്റ്റാൻഡേർഡ് A1. ഇവിടെയാണ് ഉള്ളത് 18 തൊട്ട് 30 വയസ്സ് വരെയാണ് ഉള്ളത്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം കോവിഡ് ടൈം ആയതുകൊണ്ടാണ് അവർ ചെയ്തേക്കുന്നത് 18 to 33 എന്നുള്ള രീതിയിൽ കൊടുത്തേക്കുന്നത്. അതായത് ഒരു 3 years ഏജ് റിലാക്സേഷൻ ഉണ്ടായിരുന്നു അല്ലേ കഴിഞ്ഞ നോട്ടിഫിക്കേഷനിലൊക്കെ. അപ്പം തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോവിഡ് കാരണം അവർക്ക് അവിടെ സ്വാഭാവിക നോട്ടിഫിക്കേഷൻ വിളിക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പം ആ ഒരു സമയത്ത് ചാൻസ് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അവിടെ 3 years ഏജ് റിലാക്സേഷൻ ഉണ്ടാവുന്നു. ഇനിയുള്ള റിക്രൂട്ട്മെൻറ്റിൽ അത് ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു നോട്ട് ഇപ്രാവശ്യം മാത്രമാണ് ഒരു 3 years റിലാക്സേഷൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ 18 തൊട്ട് 33 വരെ ഉള്ളത് ഇപ്പോഴവർ 30 വയസ്സ് വരെ ആക്കിയിട്ട് അവിടെ ചുരുക്കിയിട്ടുണ്ട്. അവരുടെ ടോട്ടൽ അപ്രോക്സിമേറ്റ് വേക്കൻസീസ് ആണ് 9,900 എന്നുള്ള രീതിയിൽ അവരോട് കൊടുത്തേക്കുന്നത്. ഓക്കെ, ടോട്ടൽ വേക്കൻസി അപ്രോക്സിമേറ്റഡ് വേക്കൻസി വരുന്നത് 9,900. ഓക്കെ, അതേപോലെ ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്ന് നമുക്ക് കൂടുതലായിട്ട് അറിയാൻ വേണ്ടി പറ്റും. ഇതിലിപ്പം CN നമ്പർ 1/2025 ആണ്. കാരണം വെച്ചാൽ 2025 ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് CN നമ്പർ 1/2025 എന്നുള്ള രീതിയിൽ അവിടെ നമ്മുടെ നോട്ടിഫിക്കേഷൻ, അതായത് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ അവരവിടെ പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, CN 1/2025 എന്നുള്ള രീതിയിൽ അത് പറഞ്ഞല്ലോ. ഇപ്പം 10-ാം തീയതിയാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, 9-ാം തീയതി ആകുമ്പോഴത്തേ അവരവിടെ റിലീസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൽ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ സോൺ വൈസ് വേക്കൻസീസിൻ്റെ ഒരു അസസ്മെൻറ്റ് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നല്ലേ. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ കാണാത്തവരാണെങ്കിൽ കാണാം. എനിവേ ഇത് നമ്മുടെ ജസ്റ്റ് ഒരു ഷോർട്ട് നോട്ടീസ് മാത്രമാണ്. അപ്പോൾ ഇത് ഒഫീഷ്യലായിട്ട് തന്നെയാണ് ഉള്ളത്, അങ്ങനെ തന്നെയാണ് എല്ലാവരും പറയുന്നത്. എനിവേ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പം കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.